ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത് ജ്വല്ലറി ഐറ്റംസ് നെക്ലേസും മാലയും മാത്രമേ ഉള്ളൂ, നിങ്ങൾ പാദസരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് വിട്ടുതരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 10ഓളം പേരുണ്ടാവും നിങ്ങൾ പാദസരത്തിൻ്റെ വീഡിയോ ചെയ്യിത്താന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴ. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായി, കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയതാണ്, ഈ നേരത്തെ തുടങ്ങിയ മഴയാണ്, നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ മഴ ഒഴിഞ്ഞിട്ട് നമുക്കിത് സൗണ്ട് പ്രശ്നമായിട്ടാണ്. മഴ നല്ലതൊക്കെ തന്നെയാണ്, അധികമായാലും ചെറിയ പ്രശ്നം ഉണ്ടാവും അല്ലേ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ആവുന്നത്. പിന്നെ റേഞ്ചിൻ്റെ നല്ല പ്രോബ്ലംസും ഉണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയാൽ തന്നെ അത് അപ്ലോഡായി കിട്ടാൻ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട്, അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 1 2 3 4 ഐറ്റംസ് എന്താ പറയുക, പാദസരം എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക. കാരണം ഇത് നിൽക്കാതെ ഇനി കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യിക്കാമെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 4 വ്യത്യസ്ത മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സൂചി നൂലും വെച്ചിട്ട് അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സിൽവറിൻ്റെ ഈ ചെയിനാണ് കേട്ടോ. ഈ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ തരുന്നത്. ഈ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മുകളിലെ കാലിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ മുകളിലെ കാല് ഇപ്പോൾ ഇത്ര വലുപ്പമൊന്നുമില്ല, ഇതിലും ചെറുതാണ്. അപ്പോൾ ഞാനിത് അവൾക്ക് കുറച്ചുകൂടി വലുതായിട്ട് ഇടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട്, ഇനി സ്കൂൾക്കൊക്കെ പോകുമ്പോൾ വലുപ്പത്തിൽ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. അതിന് യൂസ് ആക്കിയിട്ടുള്ള ഇതുപോലെ പാദസരത്തിൻ്റെ ഈ ബീഡാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ട് എന്ന് കരുതുന്നു. ഇതൊരു കട്ടിങ് ടൈപ്പ് വരുന്നൊരു ബീഡാണ്, സാധാരണ നോർമൽ റൗണ്ട് ബീഡ്സ് അല്ല. ഇതിന് തന്നെ എൻ്റെ അടുത്ത് ഗോൾഡ് ഉണ്ട്, പിന്നെ ഒരു പർപ്പിൾ ഉണ്ട്, പിന്നെ ഒരു പീക്കോക്ക് ടൈപ്പ് വരുന്ന അതുണ്ട്, പിന്നെ ഒരു റെഡ് ഉണ്ട്, ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഐപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് തന്നെ 2 പാക്കറ്റിൻ്റെ അടുത്തോളം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സെറ്റ് ചെയ്തപ്പോത്തിന്, ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര വരില്ല. പക്ഷേ ഞാനിവിടെ ചെയ്തെടുത്തപ്പോത്തിന് 2 പാക്കറ്റോളത്തിൻ്റെ അടുത്ത്, ഒരു പാക്കറ്റ് പിന്നെ ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹെഡ് പിന്നിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഐപ്പിൻ്റെ അടുത്ത്, കാരണം ഹെഡ് പിന്നാകുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ കുഞ്ഞു മക്കളല്ല, അപ്പോൾ ചിലപ്പോൾ കാലിൽ കുത്തുപോകുന്നൊരു പ്രശ്നം, എനിക്കൊരു ഡൗട്ട്. അതെന്താ വെച്ചാൽ കാരണം ഞാൻ ഹെഡ് പിന്ന് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വരുന്നതെന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഐപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ, ഈ സാധനം ഇതാണ് കേട്ടോ. ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബീഡ് ഇട്ട് കൊടുക്കുക, വീണ്ടും ഇതന്നെ ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ ഏകദേശം പകുതി മുക്കാലും തീർത്ത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയിൻ വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം ഒരേ ഇതിലിട്ട് കൊടുക്കരുത്, ഒന്ന് ഇടവിട്ടിട്ട് കൊടുക്കുക. അതായത് ഇതിലിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി ഈ ഒരു ഇവിടെ ഈ ഹോളിലിട്ട് കൊടുക്കാതെ ഇപ്പുറത്തെ ഹോളിലിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ. പിന്നെ ഇതുപോലെ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വളച്ച് കൊടുത്താൽ മതി. ഇത്രേ പണിയുള്ളൂ കേട്ടോ. പക്ഷേ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം, കാരണം പാദസരമൊക്കെ ആകുമ്പോൾ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണ്ടേ, കുറച്ച് ടൈം വേണം. എന്നിട്ട് പ്ലെയർ വെച്ചിട്ട് ഇവിടെ ഒരു ചക്കിരി ഉണ്ട്, അതാണ് ചക്കിരി എന്ന് പറയട്ടെ, സ്മാൾ ചക്കിരി എന്ന് പറയാം. ഞാൻ പറയുന്ന പേരാണ് കേട്ടോ, ഇതിൻ്റെ പേരെന്താ, കൃത്യമായിട്ടുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. പ്രസ്സാക്കി കൊടുത്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഒരു പീസ് കൂടി ഉണ്ട്. ഞാൻ 1-2 ബാക്കി വെച്ചിട്ടുള്ളൂ, അല്ലാത്തൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഈ മഴയുടെ അവസ്ഥ ആയതുകൊണ്ട് ചിലപ്പം എനിക്കൊഴിവുണ്ടാകുമ്പോൾ മഴക്കൊഴിവുണ്ടാകുമ്പോൾ എനിക്കൊഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒക്കെ സെറ്റാക്കി വന്നിരുന്നപ്പോൾ മഴ, അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇനി ബാലൻസ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുണ്ട് ഒരു ചെറിയൊരു ഒരു ഇതേ വെക്കാനുള്ളൂ. ഓക്കെ, ഇട്ട് കൊടുത്തു, പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രേ പണി ഇനിയുള്ളൂ കേട്ടോ. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. 1-2 പാദസരമല്ല, അത് ഡിഫറെൻറ്റ് മോഡൽസിൽ വരുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള
ലെങ്ത് ഉണ്ടാവും വീഡിയോ. ഓക്കെ, ഇതാ ഇത്രയും വന്നു. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ കിണികിണി കുട്ടികളല്ലേ, അപ്പോൾ ഇങ്ങനെ കിണികിണി ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഞാൻ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇവിടെ എന്താ വെച്ചാൽ ഒരു പാട് നോക്കാനുണ്ട്. പാട് വെച്ചാൽ ഇത് നമ്മൾ വളച്ച് വെച്ചതൊക്കെ ഒരേ ലെവലിൽ ഉള്ളിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നിൽക്കുമ്പം വളച്ച് വെച്ചതൊക്കെ ഉള്ളിലോട്ടാണ് നിൽക്കുന്നത്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതും ഉള്ളിലോട്ട് ഇങ്ങനെ തന്നെ രീതിയിലാക്കിക്കണം. അതായത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി മറ്റേ ഭാഗം കൂടി എടുക്കട്ടെ. ഇതിന് നമുക്ക് ജംപറിങ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം ഇതിൽ തന്നെ ഇതേപോലത്തെ ഒരു മോഡൽ പാദസരായതുകൊണ്ട് ഇതിന് നമുക്ക് ജംപറിങ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇപ്പുറത്തും തന്നെ പാട് മാറാത്ത രീതിയിൽ ഇതേപോലെ വന്നിട്ട് ഇപ്പുറത്തും പിന്നെ ഇതിന് ജംപറിങ്സിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇവിടെ തന്നെ ഹുക്ക് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ജംപറിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ ഗിയർ വെയറിലൊക്കെ ചെയ്ത് ഓരോരുത്തർ കോർത്തിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് വേറെ മോഡൽ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. കുറച്ചൊന്നുമല്ല ടൈം, ഞാൻ കുറേ ദിവസമായി ഇതിൻ്റെ വൈത്താലെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയായി ഞാനിത് അപ്പോഴും ഇപ്പോഴും ഫ്രീ ആവണതിനനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ചെയ്തെടുക്കുന്നത്. കാരണം ഇത് പകലിരുന്ന ടൈം പോകുന്ന അറിയേയില്ല. ടൈം പോകാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ പണി കൊടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് ടൈം പോയിക്കോളും അവർക്ക്. ഇതല്ല, ഇതിനെക്കാട്ടും വേറെ മറ്റേ പാദസരാണ് കുറച്ച് ടൈം എടുത്ത് ഞാൻ ചെയ്തത്. ഇതോ പിന്നെ എനിക്ക് എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഇതൊരു സെറ്റായല്ലോ, ഉണ്ടല്ലോ. ഇത് കാലിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ. ഞാനിപ്പോൾ മോള് ഉറക്കത്തിലാണ്, അപ്പോൾ അവളെ കാലിലിടാൻ വയ്യല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ട് കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് സെറ്റായി. ഇനിയാണ് അടുത്തത് മക്കളെ. കുറച്ച് നല്ല ടൈം എടുത്ത് ഞാൻ ചെയ്തത് ആ പണിയാണ്. നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഉണ്ടാക്കി വന്നപ്പോൾ അത് ബ്രേസ്ലെറ്റ് ആക്കാനേ എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയാണ്, നിങ്ങൾ തന്നെ പറ, അത് ബ്രേസ്ലെറ്റ് ആക്കിയാലും പറ്റും. ഇന്നിങ്ങനെ ബ്രേസ്ലെറ്റ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും, നമുക്ക് സെയിലാക്കുകയും ചെയ്യാം. പാദസര ആക്കുകയാണെങ്കിലും പറ്റും, ബ്രേസ്ലെറ്റ് ആക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്ത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുങ്കുരു ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒപ്പേക്കല്ല, നമ്മൾ സാധാരണ ഇല്ല പാദസരത്തിൻ്റെ ബീഡ്സ് തന്നെ നമ്മൾ ഫ്യൂസ് സ്റ്റാറിൽ എടുത്തിട്ട് എല്ലാവർക്കും അറിയായിരിക്കും കുങ്കുരു ഉണ്ടാക്കുന്ന വിധം. അങ്ങനെ കുങ്കുരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്നതിൽ എനിക്ക് ജംപറിങ്സും മൈക്രോ പ്ലേറ്റഡ് വന്നതിൽ ഇങ്ങനത്തെ ഒരു കളറും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് വെച്ചാൽ ഇതാണ് മൈക്രോ ജംപറിങ്സ് എന്ന് അവർ ആദ്യം അയച്ചത്. പിന്നെ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് അവരെനിക്ക് ഇത് അയച്ചത്. കണ്ടോ, രണ്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്, കളറിൽ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുങ്കുരുണ്ടാവുമല്ലോ, അത് ഒരു 3 പീസ് കേട്ടോ. 3 ഇത് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിന് കാലിലിടുന്നത്, അപ്പോൾ അതിൽ നിന്ന് അഴിഞ്ഞ് പോയാലൊക്കെ ഇതാകാൻ വേണ്ടിയിട്ടാണ്, അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഈ ചെയിൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ മറ്റത് കണ്ടില്ല അതിൻ്റെ ഗോൾഡിന്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം ക്വാളിറ്റി വരുന്ന ടൈപ്പ് അല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അധികം ക്വാളിറ്റി വരുന്ന ടൈപ്പ് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ മോൾക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അത്ര കട്ടി വേണ്ടാന്ന് എനിക്ക് തോന്നി, കാരണം ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പ് എടുത്തു. എന്നിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ ഒരു ഹോളിലൂടെ, ഇതും 1.5 ഹോളിൽ കണ്ട, അതായത് ഒരു ഹോളിലിട്ടാൽ പിന്നെ അടുത്ത ഹോളിൽ ഇടരുത്, പിന്നെ സെക്കൻഡ് ഹോളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇടവിട്ടിട്ടുള്ള ഹോളിലോട്ട് ഇതും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് ഇതായാലും മനസ്സിലാവുള്ളൂ, അതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് സൂം ആക്കിയിട്ട് കാണുന്നുണ്ടോ, വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് ഒരു ഹോൾ ഇടവിട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ഒരു ഹോളിലിട്ടു, പിന്നെ ഒരു ഹോൾ ഇടാതെ ബ്ലാങ്ക് ആക്കി ഇട്ട് കൊടുത്തു, പിന്നെ മറ്റേ ഹോളിൽ. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാം ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് കേട്ടോ. അങ്ങനെ ഇതാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ. ഇത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പാദസരം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം ബ്രേസ്ലെറ്റ് ആക്കാൻ തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്ത് കേട്ടോ, അങ്ങനെ പറയാനുണ്ട്. ഭംഗി ഉണ്ടാകുന്നതനുസരിച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആ പാദസരത്തിൻ്റെ പോലെയല്ല, ഇതിന് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, പാദസരം ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും. അപ്പം ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, കയ്യിലിട്ട് കാണിച്ചിട്ട് എങ്ങനെ എന്നാലും, കാരണം 3 കുങ്കുരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3 കുങ്കുരാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയത് ചെയ്തപ്പോൾ ഇനി ഇതെനിക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ. മോൾക്ക് ഇപ്പോൾ ഏതായാലും ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാൻ കരുതി ഇത് അവൾക്കൊരു 4-5 വയസ്സാകുമ്പോഴൊക്കെ പറ്റുള്ളൂ, 4-4.5 വയസ്സിലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇനി ഞാൻ ഇത് യൂസ് ആക്കിയാലോ എന്ന് കരുതി, അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതിന് നമ്മൾ കൊളുത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അതിൽ മറ്റേതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കാമെന്ന് കരുതിയിട്ടുള്ളത് നമ്മൾ ഈ കൊളുത്തുണ്ടല്ലോ, ഇത് കൊടുക്കാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, കാരണം എന്താ വെച്ചാൽ കുട്ടികൾ പെട്ടെന്ന് വളരും, അപ്പോൾ അവരെ കാലും വളരും. അപ്പോൾ ഇത് അവർക്ക് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതും കൊടുക്കുക, നിങ്ങളിഷ്ടം. പക്ഷെ ഞാനിത് ബ്രേസ്ലെറ്റ് ആക്കാമല്ലോ എന്ന് കരുതിയിട്ട്, എനിക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. എന്താ നടക്കുമെന്നും അറിയില്ല. അപ്പോൾ ഇത് ഇവിടെ കൊടുക്കുക കേട്ടോ. ഇവിടെ ചെറിയൊരു ഹോള് വരുന്നുണ്ട്, ഹോളല്ല ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ്റെ നമ്മൾ മൈക്രോ ജംറിങ്സ് എടുത്തിട്ടുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇത് കുറച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ച് പാടാൻ തോന്നി, കാരണം ഇത് കുറച്ച് വളച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്, കുറച്ച് കട്ടിയുണ്ട്. അതിനെക്കാട്ടും നല്ല ഇതാണെന്ന് തോന്നി. ജംറിങ്സ് നമ്മൾ മൈക്രോ ജംറിങ്സ് എടുത്തിട്ട് ഇതിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ ഈ ഹുക്ക് ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കുക. ഇത് എനിക്കിപ്പോൾ ബ്രേസ്ലെറ്റ് ആക്കിയപ്പോഴാണ് നല്ല ഒന്നുകൂടിയും ഭംഗി തോന്നിയിട്ട്. കാരണം മോൾക്ക് യൂസ് ആക്കണേ ഏതായാലും 1-2 വർഷമാവും. അപ്പോൾ എനിക്കിതിപ്പോൾ യൂസ് ആക്കാമല്ലോ എന്ന് കരുതി. എന്നാ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരാഗ്രഹങ്ങളാണല്ലോ. ഇനി ഇവിടെ നമുക്ക് ജംറിങ്സ്, മൈക്രോ ജംറിങ്സ് എടുത്തിട്ടുണ്ട്. അതുകൂടെ പോയി ചാടിപ്പോയോ. അപ്പോൾ ഇതാക്കണ്ട, നമ്മൾ ജംറിങ്സ് ഒക്കെ ഇട്ടാക്കിയിട്ട് ഇതാണ് കഴിച്ചതിന്. ഇത് കുറച്ച് അയഞ്ഞിട്ടാണ് നിൽക്കുന്നത്, കാരണം മറ്റേ കയ്യിൽ എനിക്ക് ഇതുണ്ടെങ്കിൽ കുറച്ച് ലൂസിലാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ കൈ കുറച്ച് തടി കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിങ്ങനെ കിടന്നോട്ടെന്ന് കരുതിയിട്ടാണ്. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണി കട്ട് ചെയ്തിട്ടൊക്കെ ആക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മോൾക്ക് അനുസരിച്ച് നോക്കാമല്ലോ, അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. മോള് പ്രായത്തിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആൾറെഡി ഇപ്പോൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചത് ഈ ചെയിനാണ്, കനം കുറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞുള്ളത്. കളർ ഇളകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഇതാണ് കുറച്ച് കട്ടിങ് കനത്തിലുള്ളത്. ഫസ്റ്റ് ക്വാളിറ്റിയാണ്, പെട്ടെന്നൊന്നും കളർ ഇളകില്ല. ഇതിൻ്റെ സെക്കൻഡാണ് ഇത്, അതിലാണ് ഞാൻ മോൾക്ക് ചെയ്തിട്ടുള്ളത്. ഇതും വേണമെങ്കിൽ നമുക്ക്, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നോക്കിയതാണ്. ഇതാണ് ഹെഡ് പിൻ. അപ്പോൾ ഈ ഹെഡ് പിന്നിൻ്റെ ഇവിടെ ചെറിയൊരു ഇത് കണ്ടോ, ചിലതിങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ ചിലപ്പോൾ മക്കളെ കാൽമലൊക്കെ ഇങ്ങനെ ഇത് ബീഡ്സ് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കുത്തിയാൽ പോറിൽ ഏൽക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിതാക്കിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഞാൻ ഇതായതാണ്. പക്ഷെ എൻ്റെ ഇവിടെ കയ്യിന് ബ്ലഡ് വന്നു. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, എൻ്റെ കയ്യിൽ ഇതാപ്പോൾ ബ്ലഡ് എവിടുന്ന് എങ്ങനെയോ എന്തോ ആയതു, ഞാൻ കണ്ടില്ല. ഇതാണ് കണ്ടോ. ഇത് നമുക്ക് പാദസരം തന്നെ ആക്കണമെന്നൊന്നുമില്ല, നമുക്കിത് നെക്ലേസ് ആക്കിയിട്ടാണ് ഉപയോഗിക്കാട്ടോ. ഞാനിതിങ്ങനെ ചെയ്തു വന്നപ്പോൾ എൻ്റെ മോൾ എടുത്തിട്ടുണ്ട്, അവളെ കഴുത്തിൽ വെക്കണം. അവളെ കഴുത്തിൽ വെച്ചിട്ട് അവളിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാല തന്നെ ആക്കണമെന്നില്ല, പാദസരം തന്നെ ആക്കണമെന്നില്ല. മാല ചെയ്താലും ബ്രേസ്ലെറ്റ് ചെയ്താലും ഇതും ഭംഗിയുണ്ടാവും. എന്താണെങ്കിലും ഗോൾഡ് എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയാണ്. മാല പാദസരത്തിൻ്റെ മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് മാലയും ചെയ്യാം, ഒക്കെ ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്രാമളവാണ് റേറ്റ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഗ്രാമളവ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാറ്റലോഗിലുണ്ട് കേട്ടോ. ഇനി അടുത്തത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫോൺ കോഡ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പാദസരം, ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇത് നമ്മൾ കോർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് പറഞ്ഞാൽ മറ്റേ 2 പാദസരം ഞാൻ ഉണ്ടാക്കിയാൽ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തത്. ഇത് പറഞ്ഞാൽ ആകെ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്
ഈ ഒരു ടൈപ്പ് ബീഡാണ് കേട്ടോ. ഇത് നല്ല റേറ്റ് വരും. നമ്മൾ സാധാരണ മെറ്റാലിക് ഇതല്ല, അതിനെക്കാട്ടിലും കുറച്ചുകൂടി കുറേ ചെറിയ ടൈപ്പ് ഡോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു പീസിന് 200 രൂപ വരുന്നത് കേട്ടോ. ഇത് 5mm ആണ് കേട്ടോ. 4 or 5 ആയിട്ടാണ് വരുന്നത് കേട്ടോ. 4 ആണ് തോന്നുന്നു. അപ്പോൾ ഇത് എൻ്റെ മോളെ ഇതായതുകൊണ്ട് തന്നെ മോൾക്ക് ആവശ്യത്തിനെല്ലാം ചെയ്യാൻ ഇതാക്കിയത്. അപ്പോൾ ചെറുത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏതെന്നാണെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റോ മാലയൊക്കെ ആയിട്ട് ഇതും പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇവിടെ ചില ആൾക്കാർക്ക് ഇതൊന്ന് നൂല് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നൂലും സൂചി എടുത്തിട്ടുണ്ട്. ഇതിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഹുക്ക് ആൻഡ് ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞു മക്കൾ പെട്ടെന്ന് വലുതാകുന്നതിനനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ടൈറ്റ് ആകുന്നോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇട്ട് കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാലയിലൊക്കെ ചെയ്തിട്ടുണ്ട് മുൻപ്, അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-2 കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഗമ്മ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. നമ്മളിനി ഇവിടെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഗമ്മ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗമ്മ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, ഇത് ഉറപ്പുണ്ടാകാത്ത ഈ നൂലിൽ ചെയ്യുമ്പോൾ ഗിയർ ലൂക്കിൽ ചെയ്താൽ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എനിക്കും അറിയണമല്ലോ ഇത് എങ്ങനെ നൂലിൽ ചെയ്താൽ ഉറപ്പുണ്ടാവുമോ. കാരണം കാലിലാണ് കിടക്കുന്നത്, അറിയാലോ. അപ്പോൾ അത് അത്യാവശ്യം ബലത്തിൽ നിൽക്കണം. നമ്മൾ മാല ചെയ്യുന്ന പോലെ നൂലിൽ ഇത് ചെയ്താൽ നിൽക്കുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിലും എനിക്കും ചെയ്ത് നോക്കിയാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിപ്പോൾ തന്നെ മോള് ഉപയോഗിക്കുന്നില്ല. എന്നാലൊന്ന് നിങ്ങൾക്കൊന്ന് നോക്കാമല്ലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഗോൾഡൻ ഞാൻ പറഞ്ഞ മെറ്റാലിക് ബീഡ് ഇതിട്ട് കൊടുക്കുക. ഇങ്ങനെ അറ്റത്തോട്ട് വരുത്തിച്ച കേട്ടോ. അതായത് നമ്മളിവിടെ പശയൊക്കെ തേച്ചതാണല്ലോ. കണ്ടല്ലോ. ഇനി നൂല് കാണുപോലില്ല കേട്ടോ. എന്നിട്ട് 3 നമ്മൾ ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുക. 3 എണ്ണം. എന്നിട്ട് ഈ ബീഡ് ഇട്ട് കൊടുക്കുക. മെറ്റാലിക് ബീഡ് തന്നെ. കയ്യിൽ പശ ആയൊരു മടി ഇതാണ്, ഒട്ടിക്കൊണ്ടിരിക്കും. കണ്ടല്ലോ. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് നിങ്ങളെ മക്കളെ കാലിൻ്റെ അനുസരിച്ചും നിങ്ങളെ കഴുത്തിൻ്റെ അനുസരിച്ചൊക്കെ മാലയോ ബ്രേസ്ലെറ്റോ എങ്ങനെ വേണം ചെയ്ത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇത് ഫുള്ള് നമ്മൾ കോർത്തെടുത്തു. ഇനി ഹുക്ക് ആൻഡ് ചെയിൻ്റെ ഹുക്ക് എടുത്തിട്ട് കണ്ടല്ലോ. ഹുക്ക് ആൻഡ് ചെയിൻ ഇവിടെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാൻ മതി. വലിച്ചിട്ടാ എവിടെയെങ്കിലും നൂല് കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വലിച്ചിട്ട് അപ്പോൾ അതിങ്ങോട്ട് വരും. ഓക്കെ. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സിൽവർ ചക്കിരിയും ഇതേപോലെ ബ്ലാക്ക് ക്രിസ്റ്റലും വെച്ചിട്ടാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ്. ഇതേ സെയിം മെത്തേഡ് തന്നെ. അത് ഗിയർ ലോക്കിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ നൂലിൽ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഗിയർ ലോക്കിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കും ഇത് എത്ര രൂപയ്ക്ക് സെയിലാക്കാന്നുള്ളത്. നമുക്ക് എന്താ പറയുക, സെറ്റ് ചെറിയ കുട്ടികളെ വലുപ്പത്തിനനുസരിച്ചൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും 150-200 രൂപയ്ക്കൊക്കെ നമുക്ക് ക്വാളിറ്റിയുള്ള ബീഡ്സുകളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ 150-200 രൂപയൊക്കെ വാങ്ങിക്കാൻ പറ്റും.
എന്താ പറയുക, ഇതിന് ഈ സിൽവർ ആകുമ്പോൾ 150 കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ചില ഏരിയകൾക്കനുസരിച്ചും വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനം, അതായത് നമ്മൾ ഇതിന് നല്ല റേറ്റ് വാങ്ങിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 250-300 രൂപയ്ക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. ഇതിൽ നമ്മളൊക്കെ ജംറിങ്സൊക്കെ മൈക്രോൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 300 രൂപ എന്നൊക്കെ പറഞ്ഞ് 250-300 രൂപ എന്ന് പറഞ്ഞു. കാരണം നല്ല കുറേ ടൈം എടുത്തിട്ട് ചെയ്തെടുത്തിട്ടാണ്. 300 രൂപ വാങ്ങിച്ചാലും നമുക്കിത് അധികമായിട്ടൊന്നും തോന്നില്ല. കാരണം അത്രയും ടൈം എടുത്ത് ചെയ്യുന്നതാണ്. ഇനി 300-ൽ കൂടുതൽ കിട്ടണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. 300-350 രൂപയ്ക്ക് കേട്ടോ. ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 രൂപ എന്തായാലും വാങ്ങിക്കാം. കാരണം ഇതും കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. 200-250 അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിനെക്കാട്ടിലും പണിയെടുത്തിട്ടുള്ള ഈ സാധനത്തിനാണ്. ഇത് പണിയെടുത്താലും കാണാനുണ്ട്. ഇത് പണിയെടുത്താൽ കാണാൻ കഴിയൂല, അങ്ങനത്തെ മെറ്റീരിയൽസാണ് ഇത്. അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ ഓരോ ഏരിയക്കനുസരിച്ച് നമ്മൾ കാലിൻ്റെ വലുപ്പത്തിനനുസരിച്ചും കുട്ടികളുടെ വലുത് അതൊക്കെ നോക്കിയതിനനുസരിച്ച് നിങ്ങൾ തന്നെ റേറ്റ് നിങ്ങൾ തന്നെ അവനാന് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ മാക്സിമം റേറ്റ് ഇടാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് അത്യാവശ്യം നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നഷ്ടത്തിലാരും കൊടുക്കാൻ നിൽക്കണ്ട. ഇത് കടയിലാണെങ്കിൽ അവർ 500 രൂപ പറയുകയാണെങ്കിൽ അവർ വാങ്ങിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മൈക്രോ വെച്ചിട്ട് പെട്ടെന്ന് കളർ ഇളകുന്ന സാധനങ്ങളൊന്നല്ല വെച്ച് ചെയ്യുന്നത്, മൈക്രോണ്. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞാൽ 100-150 അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി പോയിട്ടില്ലെങ്കിൽ എന്താ, നമ്മളെ മക്കളെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട പുറത്തുനിന്നാണെങ്കിലും. അപ്പോൾ ഇതങ്ങനെ യൂസ് ആക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയും മെറ്റീരിയൽസ് ഓണാണ് വരുന്നത്. അതിന് മുന്നായിട്ട് കുറേ 3 ഹോൾ കുന്ത സ്റ്റോൺ വെച്ചിട്ടുള്ളതും പിന്നെ വള ബാംഗിൾസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ടേക്ക് കെയർ, ബൈ.